ഗൾഫിൽ നിർത്തി പോവാണല്ലേ? ആ അസുഖമായപ്പോ കമ്പനി തന്നെ പറഞ്ഞു വിട്ടടാ. കുടുംബത്തിന് വേണ്ടി 10-15 വർഷം കഷ്ടപ്പെട്ടതല്ലേ, ഇനി അവരോടൊപ്പം നിൽക്കാമല്ലോ. ആ പെങ്ങളെ കല്യാണം നല്ല രീതിയിൽ നടത്തി. അനിയനൊരു ഫാമിലി സെറ്റായി. പക്ഷെ എന്റെ അമ്മ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് സ്വന്തമായിട്ടൊരു ജീവിതം ഒപ്പിക്കാൻ പറ്റിയില്ലല്ലേ? മരിക്കുന്നതിന് മുന്നേ എന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റി. പിന്നെ എന്റെ അനിയന്റെ പെങ്ങളുടെ ജീവിതം സേഫ് ആക്കി. അത് മതി എനിക്ക്. ഇനി എന്റെ നാട്ടിൽ അവരോടൊപ്പം എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം. ആദി ഇങ്ങ് വന്നേ. നിങ്ങളുടെ ചേട്ടൻ എന്തൊക്കെ അസുഖങ്ങളായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇത് നിങ്ങളുടെ വീടല്ലേ? എനിക്ക് മോനോട്ട് വയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒന്നെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ അയാള്. വീടിന്റെ പേരില്ല, എനിക്ക് നിങ്ങളാവരുത്. ഞാൻ അയാളെ എങ്ങനെയും ഒഴിവായിക്കോളാം. ചേട്ടാ, ചേട്ടന് തമിഴ്നാട്ടിൽ ഒരു ജോലി വരെയായിട്ടുണ്ട്. പോവുക. അതേ ജ്ഞാപകം, അതേ സൗരഭം വീണ്ടും. ഇത്ര വലിയ ജന്തുവിനെ അടുത്ത കാലത്തൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഞാൻ ഇത്രയും കാലം മറച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം ഫോറസ്റ്റിന്റെ ശല്യം കാരണമാണ്. പുറത്തു വിടാൻ പറ്റാത്ത ജന്തുവാണ്. നാസ്കരോട് മകടികൾ ഊതിയാൽ കണ്ട ഇത് പെട്ടെന്നൊരു കളി കളിക്കും. ഇത് സ്ട്രീറ്റ് മാജിക്കിന്റെ ഡ്രസ്സാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ, അതായത് പാന്റ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇപ്പൊ കഴിക്കാൻ തോന്നുന്ന ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ മകൻ റൊണാൾഡോ ജൂനിയർ ഒരു ഗേളായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. ചേട്ടൻ 10-30 കൊല്ലായിട്ട് കഞ്ഞൂറ്റിക്കാരെ പണിയാൻ ബോംബെയിൽ ഒരു ബ്രഹ്മാസ്ത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? അവനിങ്ങ ഇറക്ക്. ബോംബെന്ന് രാജമ്മ വരാൻ സമയമായി. Still the same game, I'm pulling more sluts.